പണ്ടൊക്കെ നമ്മൾ ഡാൻസിന്റെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ കോക്കനട്ട് ഓയിൽ അല്ലേ യൂസ് ചെയ്തിരുന്നത്. പിന്നെ എന്താ ഇപ്പൊ പ്രശ്നം? എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സത്യമാണ്, ഞാൻ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ഡാൻസിന്റെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. പക്ഷെ ഇപ്പൊ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. പണ്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല പതയുള്ള സോപ്പ് ഇട്ട് കഴുകുമ്പോൾ ഈ ഓയിൽ കൂടെ അങ്ങ് പോകും. പക്ഷെ അത് കാരണം നമുക്ക് സ്കിന്നിന് ഉണ്ടാകുന്ന പ്രശ്നം സ്കിൻ ഡ്രൈനെസ്സും സ്കിൻ ഇറിറ്റേഷൻസും പിമ്പിൾസും ആണ്. സോപ്പ് ഇടുന്നത് കൊണ്ട് കുറെ ഒന്നും അത് സ്കിന്നിലായിട്ട് നിൽക്കാൻ പോകുന്നില്ല, പെട്ടെന്ന് കഴുകി കളഞ്ഞിട്ട് പോകും. ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്കാണെങ്കിൽ ഇത് വേഴ്സ് ആവുകയും ചെയ്യും. ഞാൻ എന്റെ പേഴ്സണലി എനിക്ക് അറിയാവുന്ന ഒരു ചേച്ചിക്ക് ഉണ്ടായ സിറ്റുവേഷൻ ആണ്. കാരണം പിന്നെ മേക്കപ്പ് ഇടാൻ പറ്റുന്നില്ല, കാരണം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അത് ആ ഒരു സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഓയിൽ സ്കിൻ ടൈപ്പിനനുസരിച്ച് ക്ലെൻസിങ് ഓയിൽസും അതുപോലെ തന്നെ ഫേസ് വാഷും ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ ഈ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പഴയ മെത്തേഡ് തന്നെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ക്ലെൻസിങ് ഓയിലും ഫേസ് വാഷസും. മേക്കപ്പ് ഇടുന്ന ആൾക്കാർ, അത് ഡാൻസ് മേക്കപ്പ് ആയിക്കോട്ടെ നോർമൽ മേക്കപ്പ് ആയിക്കോട്ടെ, സൺസ്ക്രീൻ ഇടുമ്പോഴും ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. എന്തെങ്കിലും ഡോക്ടർ നിൽക്കാൻ ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട.